രാഷ്ട്രീയത്തെയും വിശ്വാസ സമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. മുൻ ദേവസ്വം മന്ത്രിയും CPM കമ്മിറ്റി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് സംസ്ഥാന അന്വേഷണ ഏജൻസികൾ നീങ്ങുമ്പോൾ അത് വെറുമൊരു ക്രിമിനൽ കേസ് എന്നതിലുപരി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്ന വലിയൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറുകയാണ്. കടകംപള്ളിയെ ചോദ്യം ചെയ്തതും തടയാൻ സാധ്യതകൾ തള്ളിക്കളയാനാവില്ലെന്ന പാർട്ടിയുടെ വിലയിരുത്തലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണം പൂശുന്ന ജോലികളുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ക്രമക്കേടുകളും സ്വർണത്തിന്റെ തിരിമറിയുമാണ് കേസിന്റെ ആധാരം. ഈ ഇടപാടുകളിൽ പ്രധാന പ്രതിയായ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന കണ്ടെത്തലാണ് അന്വേഷണത്തെ മന്ദഗതിയിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ദിവസം 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ പല നിർണായക ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി മുൻ മന്ത്രിക്ക് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. പ്രധാനമായും 2 കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഉറ്റുനോക്കുന്നത്. ഒന്ന്, പോറ്റി നൽകിയ അപേക്ഷകളിൽ മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി നടത്തിയ അസാധാരണമായ ഇടപെടലുകളാണ്. 2, പോറ്റിയും മന്ത്രിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ്. ബോർഡിന്റെ സ്വതന്ത്രമായ തീരുമാനങ്ങളിൽ താൻ ഇടപെടാറില്ല, കീഴ്വഴക്കം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ഫയലുകളിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നും കടകംപള്ളി വാദിക്കുകയായിരുന്നു. അന്വേഷണ സംഘം അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. നേരത്തെ പലതവണ ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ മന്ത്രി നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഇത് കടകംപള്ളിയുടെ വാദങ്ങളുടെ മുനയൊടിക്കുകയാണ്. ചോദ്യം ചെയ്യലിൽ കടകംപള്ളി സുരേന്ദ്രൻ വികാരാധീനനായി എന്നത് ശ്രദ്ധേയവുമാണ്. താൻ നിരപരാധിയാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുന്നിൽ ആവർത്തിക്കുകയുണ്ടായി. തന്നെ ഒരു സ്വർണ്ണക്കള്ളൻ എന്ന് വിശേഷിപ്പിക്കുന്നത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇത്തരത്തിൽ വികാരാധീനനാകുന്നത് അദ്ദേഹത്തിന്റെ നിസ്സഹായതയാണോ അതോ പൊതുജന മധ്യത്തിൽ സഹതാപം പിടിച്ചുപറ്റാനുള്ള ശ്രമമാണോ എന്ന സംശയം രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. എങ്കിലും അന്വേഷണ സംഘം വികാരങ്ങൾക്കല്ല, തെളിവുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. പത്മകുമാർ, വാസു എന്നിവരുടെ ചോദ്യം ചെയ്യൽ മൊഴികൾ കൂടി പരിശോധിച്ച ശേഷം കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് SITയുടെ തീരുമാനം. കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് സാധ്യത CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോംബ് പൊട്ടുന്നതിന് തുല്യമാണ്. മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യമോ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ പാർട്ടിയുടെ പ്രമുഖ നേതാവും നിലവിലെ MLAയുമായ ഒരാൾ അറസ്റ്റിലാകുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കും. കഴക്കൂട്ടം മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ പാർട്ടി കണ്ടുവച്ചിരുന്ന നേതാവാണ് കടകംപള്ളി. അറസ്റ്റ് ഉണ്ടായാൽ ആ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനമൊട്ടാകെ CPM പ്രതിരോധത്തിലാകും. പ്രത്യേകിച്ചും ശബരിമല വിഷയം വൈകാരികമായി കാണുന്ന ഭക്തർക്കിടയിൽ ഈ കൊള്ള വലിയ ചർച്ചയാകും. കേസ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായതിനാൽ സർക്കാരിന് ഈ ഘട്ടത്തിൽ അന്വേഷണത്തിൽ ഇടപെടാനോ തടയാനോ സാധിക്കില്ല. ഇത് CPMന്റെ കൈകൾ കെട്ടിയിട്ട അവസ്ഥയിലാണ് എത്തിച്ചിരിക്കുന്നത്. പത്മകുമാറിനെതിരെ പാർട്ടി ഇതുവരെ കർശന നടപടി സ്വീകരിക്കാത്തത് കടകംപള്ളിയുടെ അറസ്റ്റ് മുന്നിൽ കണ്ടു തന്നെയാണ്. ഒരാൾക്കെതിരെ നടപടിയെടുത്താൽ അത് മറ്റൊരാളിലേക്ക് കൂടി നീളുമെന്നും ആ പാർട്ടിക്കുള്ളിലെ ഐക്യത്തെ ബാധിക്കുമെന്നും ഭയപ്പെടുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഒന്നടങ്കം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായിട്ടുണ്ടെന്നാണ് SITയുടെ നിഗമനം. സ്വർണ്ണപ്പാളികൾ കൈമാറുന്നതിലും സ്വർണം പൂശുന്ന കരാർ നൽകുന്നതിലും വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ബോർഡ് ഒരു സ്വതന്ത്ര സ്ഥാപനമാണെന്നും എല്ലാ കാര്യങ്ങളും സർക്കാർ അറിയേണ്ടതില്ലെന്നുമുള്ള കടകംപള്ളിയുടെ നിലപാട് അന്വേഷണ സംഘം തള്ളിക്കളയുകയാണ്. മന്ത്രി എന്ന നിലയിൽ എല്ലാ ഫയലുകളും തന്റെ മുന്നിലൂടെ പോകുമ്പോൾ ഇത്രയും വലിയൊരു കൊള്ള നടക്കുന്നത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസനീയമല്ലെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഡിജിറ്റൽ തെളിവുകൾ, ഫോൺ റെക്കോർഡുകൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പോറ്റിയുമായുള്ള കടകംപള്ളിയുടെ ബന്ധം തെളിയിക്കുന്ന ഡിജിറ്റൽ രേഖകൾ ലഭിച്ചാൽ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല. കടകംപള്ളി സുരേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണിത്. തെറ്റുകാരനല്ലെന്ന് തെളിയുന്നതുവരെ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നതെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ മറുപടി പറയുക എന്നത് CPMന് എളുപ്പമാവില്ല. ശബരിമല വിശ്വാസികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അഴിമതി ആരോപണം ഉയരുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കും. അന്വേഷണ സംഘം ശേഖരിക്കുന്ന തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതോടെ കടകംപള്ളിയുടെയും ഒപ്പം CPMന്റെയും ഭാവി തീരുമാനിക്കും. നീതിപീഠത്തിന്റെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയ ഒത്തുകളികൾക്ക് സാധ്യത കുറവാണെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.